ഓക്കെ, ഇപ്പോൾ മൊഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്യാം. പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം, പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി. So cryptography is basically divided into two types: private key cryptography and public key cryptography. Private key cryptography is also known as symmetric key cryptography. അപ്പോൾ private key എന്താണ്? We are making use of a secret key or a private key to perform encryption and decryption. The same key is used for encryption and decryption in the case of private key cryptography. So that is why it is called as symmetric key cryptography. So here now we are looking into public key cryptography. So here we are using a pair of keys. So two different keys are used to perform encryption and decryption. So the first key is called as the public key, and as the name implies, public key. So it is known to all. എല്ലാവർക്കും അറിയാവുന്നതാണ്. പബ്ലിക് കീ ഇസ് നോൺ ടു ഓൾ ആൻഡ് ഇറ്റ് ഇസ് യൂസ് ടു എൻക്രിപ്റ്റ് മെസ്സേജസ്. മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പബ്ലിക് കീ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഇസ് പ്രൈവറ്റ് കീ. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് സീക്രട്ട് കീ. So it is known only to the owner of the key and it is used to decrypt messages. So we are in public key cryptography, we are making use of two keys, public key and private key. And public key, as the name implies, it is known to all and it is used to perform encryption. And private key is known only to the owner or the holder of that key and it is used to perform decryption. So because you are making use of two different keys, public key cryptography is also known as asymmetric cryptography. Asymmetric cryptography, symmetric എന്ന് പറഞ്ഞാൽ same, asymmetric എന്ന് പറഞ്ഞാൽ different. അപ്പൊ two different keys ആണ്. So that is why we are calling public key cryptography also as asymmetric cryptography. Now performing encryption. So as I have told, there are two keys, public key ഉണ്ട്, private key ഉണ്ട്. പബ്ലിക് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്യും, പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്യും. അപ്പൊ ഒരു യൂസറിന് തന്നെ എന്താണ്, ഈച്ച് യൂസർ ഹാസ് ടു കീസ് അല്ലെ. അപ്പൊ നമ്മളൊരു പബ്ലിക് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്താൽ ആ യൂസറിന്റെ കറസ്പോണ്ടിങ് പ്രൈവറ്റ് കീ യൂസ് ചെയ്തേ നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഏത് പബ്ലിക് കീ യൂസ് ചെയ്താണോ, ഏത് യൂസറിന്റെ പബ്ലിക് കീ യൂസ് ചെയ്താണോ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തത്, വി ക്യാൻ ഡീക്രിപ്റ്റ് ദ മെസ്സേജ് യൂസിങ് ദ കറസ്പോണ്ടിങ് പ്രൈവറ്റ് കീ. അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ യൂസറിനും ഇപ്പൊ 10 യൂസേഴ്സ് ഉണ്ടെങ്കിൽ ആ 10 യൂസേഴ്സിനും കീസ് കാണും. 10 യൂസേഴ്സിനും പബ്ലിക് കീയും കാണും, പ്രൈവറ്റ് കീയും കാണും. അപ്പൊ ഏത് യൂസറിന്റെ പബ്ലിക് കീ യൂസ് ചെയ്താണോ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്, ദ സെയിം യൂസേഴ്സ് പ്രൈവറ്റ് കീ ക്യാൻ only be used to perform decryption. അപ്പോ എൻക്രിപ്ഷൻ നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണ്? സപ്പോസ് വി വോണ്ട് ടു സെൻഡ് എ മെസ്സേജ് ഫ്രം വൺ എൻഡ് ടു ദി അതർ. സോ വെൻ ദി സെൻഡർ വോണ്ട്സ് ടു പെർഫോം എൻക്രിപ്ഷൻ, ദ സെൻഡർ വിൽ എൻക്രിപ്റ്റ് ദി മെസ്സേജ് ബൈ ദി പബ്ലിക് കീ ഓഫ് ദി റിസീവർ. റിസീവറിന്റെ പബ്ലിക് കീ വെച്ചായിരിക്കും എൻക്രിപ്ഷൻ പെർഫോം ചെയ്യുന്നത്. കാരണം ആ മെസ്സേജ് ആരാ ഡീക്രിപ്റ്റ് ചെയ്യേണ്ടത്? റിസീവറാണ് ഡീക്രിപ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ മെസ്സേജ് ആരുടെ പബ്ലിക് കീ വെച്ചാണോ എൻക്രിപ്റ്റ് ചെയ്യുന്നത്, ആരുടെ പബ്ലിക് കീ വെച്ചാണോ എൻക്രിപ്റ്റ് ചെയ്യുന്നത്, അയാളുടെ പ്രൈവറ്റ് കീ വെച്ച് മാത്രമേ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ റിസീവറിന്റെ പബ്ലിക് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്താലല്ലേ റിസീവറിന് അയാളുടെ സീക്രട്ട് കീ അല്ലെങ്കിൽ പ്രൈവറ്റ് കീ വെച്ച് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓൾവേസ് റിമെമ്പർ, സെൻഡർ വിൽ ഓൾവേസ് എൻക്രിപ്റ്റ് ദ മെസ്സേജ് വിത്ത് ദി പബ്ലിക് കീ ഓഫ് ദി receiver. Now decryption, only the intended receiver can decrypt the message using his or her private key. So this is the plain text that you are going to send. With the help of public key of receiver, encryption is performed and the ciphertext will be generated. Then at the receiver side, receiver will receive the ciphertext, perform decryption with his private key and he will retrieve the plain text. ഇത് എപ്പോഴും ഓർത്തിരിക്കുക, സെൻഡർ വിൽ ഓൾവേസ് എൻക്രിപ്റ്റ് ദി മെസ്സേജ് വിത്ത് ദി പബ്ലിക് കീ ഓഫ് ദി റിസീവർ ആൻഡ് ദി റിസീവർ വിൽ ഡീക്രിപ്റ്റ് ഇറ്റ്
using his private key. So this is another diagrammatic representation. Plain text. You have a plain text. Then this is the Bob's public key ring. Bob's public key ring എന്ന് പറഞ്ഞാൽ എന്താ? He has access to or he knows the public keys of various other users. ഇപ്പൊ ജോയ്, മൈക്ക്, ആലിസ്, ഇപ്പൊ ഇവരുടെ എല്ലാം പബ്ലിക് കീ ബോബിന് അറിയാം. കാരണം എന്താ? ബോബിന് പബ്ലിക് കീ അറിയാമെങ്കിലേ ബോബിന് ഇപ്പം എന്താ ജോയ്ക്ക് ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ he has to encrypt the message using Joy's public key. So he has access or he knows the public keys of various other users. So here Bob is going to send a message to Alice. So Bob uses the public key of Alice to encrypt the message. Appo encryption algorithm. Appo encryption algorithm use ചെയ്ത് അതിനകത്ത് പബ്ലിക് കീ ആലിസിന്റെ പബ്ലിക് കീ യൂസ് ചെയ്ത് ബോബ് വിൽ ട്രാൻസ്ഫോം ദി പ്ലെയിൻ ടെക്സ്റ്റ് ഇൻ ടു സൈഫർ ടെക്സ്റ്റ് ആൻഡ് he will transmit the message and at the receiver. അപ്പൊ ആലിസ് ആണ് റിസീവർ. ആലിസിന്റെ പബ്ലിക് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ആലിസ് can decrypt the message using her private key. So using the appropriate decryption algorithm, she will perform the decryption and retrieve the plain text. The basis of public key crypto system is a trapdoor one-way function. So function, as you all know, it is a rule that associates one element in set A to another element in set B. ഇപ്പോൾ രണ്ട് സെറ്റ് കാണും. ഫംഗ്ഷൻ നിങ്ങൾ മാത്സിൽ പണ്ട് 8th സ്റ്റാൻഡേർഡിലോ വല്ലതും പഠിച്ചു തുടങ്ങിയതായിരിക്കും അല്ലെ ഫംഗ്ഷൻ. സോ ഫംഗ്ഷൻ മീൻസ് യു ഹാവ് 2 sets and you will map or associate an element in one set to another element in the second set. അപ്പൊ ഫസ്റ്റ് സെറ്റ് ഏത് സെറ്റിൽ നിന്നാണോ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് ആ സെറ്റിനെ പറയുന്നത് ഡൊമെയിൻ എന്നും ഏത് സെറ്റിലേക്കാണ് നമ്മൾ മാപ്പ് ചെയ്യുന്നത് അതിനെ പറയുന്നത് റേഞ്ച് എന്നുമാണ്. സോ വി ഹാവ് ഡൊമെയിൻ ആൻഡ് റേഞ്ച്. Now another term is invertible function. So an invertible function is a function that associates each element in the range with exactly one element in the domain. ഇപ്പൊ തിരിച്ചുള്ള മാപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്? റേഞ്ചിലുള്ളത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെറ്റ് ആണ്. ഇപ്പൊ റേഞ്ചിലുള്ള ഒരു എലിമെന്റിനെ എക്സാക്ട്ലി ഒരു എലിമെന്റ് ഡൊമൈനിലുള്ള ഏതെങ്കിലും ഒരു എലിമെന്റുമായിട്ട് മാപ്പ് ചെയ്യുന്നതിനെയാണ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഫംഗ്ഷൻ ഇസ് മാപ്പിംഗ് ഫ്രം ഡൊമൈൻ ടു റേഞ്ച് ആൻഡ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ഇസ് ഫ്രം ആൻ എലിമെന്റ് ഇൻ ദി റേഞ്ച് വി ഹാവ് എക്സാക്ട്ലി വൺ മാപ്പിംഗ്. അപ്പോൾ റേഞ്ചിലുള്ള ഒരു എലിമെന്റിന് ഡൊമൈനിൽ ഒരു മാപ്പിംഗ് മാത്രമേ കാണുള്ളൂ, പല എലിമെന്റ്സ് കാണത്തില്ല, എക്സാക്ട്ലി ഒരു എലിമെന്റ് മാത്രമേ കാണുള്ളൂ. നെക്സ്റ്റ് ഇസ് എ വൺ വേ ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു, ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ പറഞ്ഞു. നെക്സ്റ്റ് ഇസ് വൺ വേ ഫംഗ്ഷൻ. വൺ വേ ഫംഗ്ഷൻ ഇസ് എ ഫംഗ്ഷൻ വിച്ച് സാറ്റിസ്ഫൈസ് ദീസ് ടു പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ ഇസ് എഫ് ഇസ് ഈസി ടു കമ്പ്യൂട്ട്. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫംഗ്ഷൻ ഇസ് ഓൾവേസ് ഈസി ടു കമ്പ്യൂട്ട്. സോ സപ്പോസ് യു ഹാവ് ടു എലിമെന്റ്സ് എക്സ് ആൻഡ് വൈ. Suppose you have an element x, then you can calculate y as f of x. ഇപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കണം. എഫ് ഓഫ് എക്സ് ആണ് y എന്ന് പറയുന്നത്. Now second property is f inverse is difficult to compute. f inverse എന്ന് വെച്ചാൽ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്താണ്? ഗിവൺ y എന്ന് വെച്ചാൽ നമുക്ക് എഫ് ഓഫ് എക്സ് അറിയാം. സോ എഫ് ഓഫ് എക്സ് അറിയാമെങ്കിൽ നമുക്ക് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഷണലി ഡിഫിക്കൽട്ട് ആയിരിക്കണം. സോ എഫ് ഇൻവേഴ്സ് ഇസ് ഡിഫിക്കൽട്ട് ടു കമ്പ്യൂട്ട്. സോ ഗിവൺ വൈ ഇറ്റ് ഇസ് കമ്പ്യൂട്ടേഷണലി ഇൻഫീസിബിൾ ടു കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് എക്സ്. എക്സ് എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എഫ് ഇൻവേഴ്സ് ഓഫ് വൈ. എഫ് ഇൻവേഴ്സ് ആണ്, ഇത് കുറച്ച് ഇങ്ങോട്ട് മാറിയാ കിടക്കുന്നത്. എഫ് ഇൻവേഴ്സ് ഓഫ് വൈ. അപ്പൊ ഈ രണ്ട് പ്രോപ്പർട്ടീസ് എന്താണ്? എഫ് ഷുഡ് ബി ഈസി ടു കമ്പ്യൂട്ട് വേറസ് എഫ് ഇൻവേഴ്സ് ഷുഡ് ബി ഡിഫിക്കൽട്ട് ടു ബി കമ്പ്യൂട്ടഡ്. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് വൺ വേ ഫംഗ്ഷൻ. നെക്സ്റ്റ് ഇസ് എ ട്രാപ്ഡോർ വൺ വേ ഫംഗ്ഷൻ. അപ്പൊ ട്രാപ്ഡോർ വൺ വേ ഫംഗ്ഷൻ ഇസ് എ വൺ വേ ഫംഗ്ഷൻ വിത്ത് എ തേർഡ് പ്രോപ്പർട്ടി. സോ ഇൻ അഡീഷൻ ടു ദി ടു പ്രോപ്പർട്ടീസ് ഓഫ് വൺ വേ ഫംഗ്ഷൻ, എ ട്രാപ്ഡോർ വൺ വേ ഫംഗ്ഷൻ ഹാസ് വൺ എക്സ്ട്രാ പ്രോപ്പർട്ടി, ദാറ്റ് ഇസ് given y and a trapdoor, it is also called as some secret value, x can be computed easily. So one way function എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫംഗ്ഷൻ കാൽക്കുലേഷൻ ഇസ് ഈസി വേറസ് ഇൻവേഴ്സ് കാൽക്കുലേഷൻ ഇസ് ഡിഫിക്കൽട്ട്. ട്രാപ്ഡോർ വൺ വേ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഉണ്ട്. ഫംഗ്ഷൻ ഈസി ആണ്,
ഇൻവേഴ്സ് കാൽക്കുലേഷൻ ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ എന്തോ ഒരു വൈ എന്ന് വെച്ചാൽ എഫ് ഇൻവേഴ്സ് വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വേറെ അതിന്റെ കൂടെ സം എക്സ്ട്രാ ഇൻഫർമേഷൻ, ആ എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ് ട്രാപ്പ് ഡോർ എന്ന് പറയുന്നത്, ഒരു സീക്രട്ട്. എന്തോ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൂടെ ഉണ്ടെങ്കിൽ ആ എക്സിനെ നമുക്ക് എളുപ്പം റിട്രീവ് ചെയ്യാം. എഫ് ഇൻവേഴ്സ് വാല്യൂയിൽ നിന്ന് നമുക്ക് എക്സിനെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ട്രാപ്പ് ഡോർ വൺ വേ ഫംഗ്ഷൻ. അപ്പൊ ഈ ട്രാപ്പ് ഡോർ വൺ വേ ഫംഗ്ഷനെ ബേസ് ചെയ്താണ് RSA ക്രിപ്റ്റോ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. So next we look into the most well-known public key system, the RSA public key system. So it is the most well-known and popular public key system, and it was introduced in 1978 by Rivest, Shamir and Adelman. RSA developers ആണ്. So the public key system is named after the developers, the first name of its developers, Rivest, Shamir, Adelman, RSA. So it is based on the fact that it is relatively easy to calculate the product of two prime numbers, but determining the original prime numbers given the product is more complicated. So, രണ്ട് prime numbers. If you have two prime numbers, it is easy to calculate their product. Product എന്ന് പറഞ്ഞാൽ എന്താ? Just ആ രണ്ട് numbers multiply ചെയ്യാം. But if you are given the product, it is very difficult to determine the actual two prime numbers from which the product was generated. So, ഇതാണ് public key system, RSA, the basis. So next we look into the RSA algorithm, steps of RSA algorithm. So first step is we have to generate two prime numbers. രണ്ട് prime numbers generate ചെയ്യാം. Now we are calculating their product. So product n is calculated as P into Q. Now compute phi of n. Phi of n എന്തായിരുന്നു? നമ്മൾ ഓൾറെഡി phi of n പഠിച്ചതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ. Phi of n is the Euler-Stoshian function. Euler-Stoshian function is, it is phi of n. അപ്പോൾ പിന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ നമ്മൾ പഠിച്ചിരുന്നു Euler-Stoshian function. If you have a prime number, the Euler-Stoshian function will be p minus 1. If you have a prime number, Euler-Stoshian function will be p minus 1. So phi of n എന്ന് പറഞ്ഞാൽ എന്താ? n എന്ന് പറഞ്ഞാൽ p into q ആണ്. So phi of n will be p minus 1 into q minus 1. Now you have to choose a large integer e such that e is relatively prime to phi of n. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? We have to generate or choose a very large integer. E വെച്ചാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. So large integer, the property that is satisfied by the integer is it should be relatively prime to phi of n. It should be relatively prime to phi of n. So GCD of e comma phi of n is 1. Relatively prime എന്ന് പറഞ്ഞാൽ എന്താണ്? The GCD value, അത് രണ്ടും relatively prime to phi of n ആണ്. E should be relatively prime to phi of n. So the GCD of e and phi of n should be 1. E ഉം phi of n ഉം തമ്മിൽ GCD calculate ചെയ്യുമ്പോൾ it should be 1. And next step is to select a value d such that e into d is congruent to 1 mod phi of n. അപ്പോൾ അടുത്ത വാല്യൂ എന്താണ്? d എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ ചൂസ് ചെയ്യണം. And it should satisfy this relation, that is when you multiply e with d, then it should be congruent to 1 mod phi of n, which means that when e into d is divided by phi of n, the remainder should be 1. അതല്ലേ congruence in the property അത് satisfy ചെയ്യുന്നത്. e into d when it is divided by phi of n, it should yield a remainder of 1. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഒരു വാല്യൂ കണ്ടുപിടിക്കുക. E into d minus 1 is divisible by phi of n. അതിന്റെ വേറൊരു ഫോമാണ്. E into d is divisible, e into d phi of n വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1. അത് തന്നെയാണ് ഈ പറഞ്ഞേക്കുന്നത്. e into d minus 1 ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. e into d minus 1 ചെയ്ത് കഴിഞ്ഞാൽ it will be completely divisible by phi of n. e into d phi of n വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ it will yield a remainder of 1. So also e and d are multiplicative inverse of each other under phi of n.
അപ്പൊ ഇ ഇൻറ്റു ഡി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫൈവ് ഓഫ് എൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ജി സി ഡി ഓഫ് ഡി എൻ ഫൈവ് ഓഫ് എൻ വിൽ ഓൾസോ ബി 1. ഇയും ഡിയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. ഡിയും ഫൈവ് ഓഫ് എന്നും തമ്മിലുള്ള ജി സി ഡി 1 ആണ്. ഇയും ഫൈവ് ഓഫ് എന്നും തമ്മിലുള്ള ജി സി ഡിയും 1 ആണ്. അപ്പൊ ഈ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. സോ അപ്പൊ ഇത്രയും സ്റ്റെപ്പ് ക്ലിയർ ആയല്ലോ. ജനറേറ്റ് ഫസ്റ്റ് യു ഹാവ് ടു ജനറേറ്റ് ടു പ്രൈം നമ്പേഴ്സ് പി ആൻഡ് ക്യൂ, then calculate the product of those two prime numbers, then calculate the Euler-Stoshian function phi of n as the product of p minus 1 into q minus 1. Then you have to choose a large integer e which is relatively prime to phi of n. Then you have to choose a value d such that e into d is congruent to 1 mod phi of n. അപ്പോൾ ഈ ഇത്രയും വാല്യൂ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നൗ യു വിൽ ഹാവ് യൂസർ വിൽ ഹാവ് ഹിസ് പബ്ലിക് കീ ആൻഡ് പ്രൈവറ്റ് കീ, ആൻഡ് ദി പബ്ലിക് കീ വിൽ ബി ദ പെയർ ഇ കോമ എൻ. ഇ കോമ എൻ എന്ന് പറയുന്നതായിരിക്കും പബ്ലിക് കീ. സോ ഇഫ് യു ഹാവ് ദ പബ്ലിക് കീ യു ക്യാൻ പെർഫോം എൻക്രിപ്ഷൻ ആസ് സി ഇസ് ഈക്വൽ ടു പി റേസ് ടു ഇ മോഡ് എൻ. നേരത്തെ പറഞ്ഞില്ലേ, പബ്ലിക് കീ വെച്ചിട്ടായിരിക്കും നമ്മൾ എൻക്രിപ്ഷൻ ചെയ്യുന്നത്. സോ ഇഫ് ഇ കോമ എൻ ഇസ് ദി പബ്ലിക് കീ ദെൻ യു ക്യാൻ പെർഫോം എൻക്രിപ്ഷൻ ആസ് സി ഇസ് ഈക്വൽ ടു പി ആണ്. സപ്പോസ് പി ഇസ് ദി പ്ലെയിൻ ടെക്സ്റ്റ്, പി റേസ് ടു ഇ മോഡ് എൻ. അത് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും സൈഫർ ടെക്സ്റ്റ്. അപ്പൊ അതിന്റെ ഡീക്രിപ്ഷൻ എങ്ങനെയായിരിക്കും? പബ്ലിക് കീ ആണ് ഇത്. സീക്രട്ട് കീ എന്ന് പറയുന്നത് ഡി കോമ എൻ ആയിരിക്കും. സീക്രട്ട് കീ എന്ന് പറയുന്നത് ഡി കോമ എൻ ആയിരിക്കും. സോ ദ പ്ലെയിൻ ടെക്സ്റ്റ് ക്യാൻ ബി റിക്കവേർഡ് ആസ് പി ഇസ് ഈക്വൽ ടു സി റേസ് ടു ഡി മോഡ് എൻ. സി റേസ് ടു ഡി മോഡ് എൻ വെച്ച് നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റിനെ റിട്രീവ് ചെയ്യാൻ പറ്റും. So the security of the system relies on the fact that it is almost impossible to calculate D if only E, N is known. അപ്പൊ ഇയും എന്നും മാത്രമാണ്, ഇതാണ് പബ്ലിക് കീ എന്ന് പറയുന്നത്. അപ്പൊ ഇയും എന്നും മാത്രം അറിയാമെങ്കിൽ അതിനകത്തുനിന്ന് ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. പിന്നെ ഒരു എക്സാമ്പിൾ ആണ്, എല്ലാവരും ഒന്ന് ബുക്കും പേന എടുത്ത് ചെയ്തേ. P is equal to 11, Q is equal to 13. ഇപ്പൊ രണ്ടും പ്രൈം നമ്പേഴ്സ് അല്ലേ? P 11 ആണ്, Q 13 ആണ്. 11ഉം 13ഉം. n നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? P into Q is 143. സെക്കൻഡ് സ്റ്റെപ്പ് അതായിരുന്നു അല്ലേ? രണ്ട് പ്രൈം നമ്പേഴ്സ് ചൂസ് ചെയ്യുക, പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. പ്രോഡക്റ്റ് എന്തായിരുന്നു? 143 ആയി. ഇനി ഫൈവ് ഓഫ് എൻ എങ്ങനെയാണ്? P minus 1 into Q minus 1 which is 10 into 12 that is 120. ചെയ്തോ അത്രയും എല്ലാരും? Now I am going to choose a value E. E എന്ന് പറഞ്ഞൊരു വാല്യൂ ചൂസ് ചെയ്യാണ്. അപ്പൊ E സാറ്റിസ്ഫൈ ചെയ്യേണ്ട പ്രോപ്പർട്ടീസ് എന്തായിരുന്നു? E ഷുഡ് ബി റിലേറ്റീവ്ലി പ്രൈം ടു ഫൈവ് ഓഫ് എൻ. അപ്പൊ ഞാൻ E എന്ന് പറഞ്ഞ വാല്യൂ 11 ആയിട്ട് എടുത്തു. 11 എടുത്തു. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയേ. 11 ഇസ് റിലേറ്റീവ്ലി പ്രൈം ടു ഫൈവ് ഓഫ് എൻ അല്ലെ? 11ഉം 120ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. അത് തമ്മിൽ ജി സി ഡി 1 ആണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാലോ ജി സി ഡി 1 ആണ്. ഇനി എന്താണ് അടുത്തത്? കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഡി. അപ്പോൾ ഡി എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ അത് സെലക്ട് ചെയ്യണമെങ്കിൽ അത് എന്താണ്? ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഈ വാല്യൂവിനെ ബേസ് ചെയ്താണ് ഡി വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ വാല്യൂ is 11. So 11 into D is congruent to 1 mod phi of n. അപ്പൊ ഇനി എങ്ങനെയാ D? How to calculate D? If you have a value of E and phi of n. അപ്പൊ ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്തൊക്കെയാണ്? ഇയും ഡിയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. ഇയും ഫൈവ് ഓഫ് എന്നും റിലേറ്റീവ്ലി പ്രൈം ആണ്. ഡിയും ഫൈവ് ഓഫ് എന്നും റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ഡി? First, you have to find the GCD of E and phi of n. GCD of E and phi of n. E യുടെ വാല്യൂ 11, phi of n ന്റെ വാല്യൂ 120. വേഗം കണ്ടുപിടിച്ചേ. കണ്ടുപിടിച്ചിട്ട് ആരെങ്കിലും ആൻസർ ആദ്യം ഈ മെസ്സേജിൽ ഇട്. 11 GCD of 11, phi of n. 11, 120. പെട്ടെന്ന് GCD ഒക്കെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം.
ചെയ്യുന്നുണ്ടോ GCD? കൊള്ളാം കൊള്ളാം, ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെയ്തോ ചെയ്തോ. 11,120. GCD is 1. കിട്ടി. മീനു കൊള്ളാം, മിടുക്കി. ജെൻസൺ, തീർത്ഥ. ഓക്കെ ഓക്കെ, അപ്പൊ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ GCD കിട്ടി. ഇനി ഇയും ഡിയും എന്താണ്, റിലേറ്റീവ്ലി പ്രൈം ആണ്. ഇയും ഇയും ഡിയും. സോ we can backtrace the steps of the GCD to obtain the value of D. ഇയും ഡിയും multiplicative inverse ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. E and D are multiplicative inverses. So that is a property. So if you get the GCD of E and phi of n, we can backtrace the steps to calculate the value of D. So backtrace ചെയ്തേ, multiplicative inverse കണ്ടുപിടിച്ചേ. E ന്റെ multiplicative inverse. Eleven. Phi of n 120. E 11 ആയിരുന്നു. GCD 1 കിട്ടി. Backtracing the steps, we'll get the value of D as 11. We'll get the value of D as 11. ഇത് നമ്മൾ ഓൾറെഡി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച സമയത്ത് ഇത് ഒരുപാട് പ്രോബ്ലംസ് ഇതിന്റെ ചെയ്തിട്ടുള്ളതാണ്. സെയിം മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് എക്സ്റ്റെൻഡ്. ഈ മെത്തേഡിന് എന്താ പറയുന്നത്? എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം. സോ യൂസിംഗ് ദി എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം യു ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് D. Now you can perform encryption. So how will you perform encryption? Using the public key. അപ്പൊ ഇവിടുത്തെ പബ്ലിക് കീ ഏതായിരുന്നു? ഈ വാല്യൂ ആണ് പബ്ലിക് കീ എന്ന് പറയുന്നത്. സോ ഈ കൊമ n ആണ് പബ്ലിക് കീ. സോ യു ആർ ഗിവൺ ദ പ്ലെയിൻ ടെക്സ്റ്റ് P as 7. So how will you perform encryption? C can be generated as P raised to E mod n. So E value is 11. അപ്പൊ ഇവിടെ ഇയും ഡിയും രണ്ടും 11 ആണ് അല്ലെ? So E value is 11. So 7 raised to 11 mod n. 7 raised to 11 mod n. Mod 143 ആണ്. 7 raised to 11 mod n. Mod n ആണ്, phi of n അല്ല, തെറ്റിപ്പോരുന്നത്. So C is 7 raised to 11 mod 143. അപ്പൊ അത് ചെയ്യുമ്പോൾ we'll get the ciphertext as 106. 106 എന്ന് ciphertext കിട്ടും. സൈഫർ ടെക്സ്റ്റ് കിട്ടി. ഇനി ഡീക്രിപ്ഷൻ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഡീക്രിപ്ഷൻ ക്യാൻ ബി പെർഫോംഡ് ആസ് P can be calculated as C raised to D mod n. അല്ലേ? സീക്രട്ട് കീ എന്ന് പറയുന്നത് ഏതാണ്? D ആണ്. അപ്പൊ സീക്രട്ട് കീ യൂസ് ചെയ്താണ് നമ്മൾ ഡീക്രിപ്ഷൻ ചെയ്യുന്നത്. സോ സീക്രട്ട് കീ ഇസ് D is 11. So 106 raised to 11 mod 143. 106 raised to 11 mod 143. 11 എന്ന് പറയുന്നത് D ആണ്. ഈ കേസിൽ ഇയും ഡിയും രണ്ടും എനിക്ക് 11 ആയിട്ട് കിട്ടി. So 106 raised to 11 mod 143 ചെയ്യുമ്പോൾ you can retrieve the cipher plain text back as 7. അത് പിന്നെ ചെയ്ത് നോക്കിയാൽ മതി. 106 raised to 11 mod 143 ചെയ്യുമ്പോൾ 7 കിട്ടുന്നുണ്ടോ.
ഓക്കെ ആണല്ലോ? The next is given P is equal to 23, Q is equal to 37 and E is equal to 5. Problem ചെയ്തേ. Find the value of D and also encrypt P is equal to 24 using RSA. So GCD is 1. GCD is 1. So if you are given the value of E, in the question, the GCD of E and phi of n will always be 1. And we have to select a value of E such that E and phi of n should be relatively prime. അങ്ങനെ ആ റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വാല്യൂ വേണം ഇക്ക് വരാൻ. ഇപ്പൊ ക്വസ്റ്റ്യനിൽ തന്നേക്കാണെങ്കിൽ GCD will always be equal to 1. We got the GCD as 1 and we are back tracing it to calculate the value of D. So D value ഏതാണ് ഇതിനകത്ത്? 317. So we got the value as 317. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യന്റെ ഒരു പാർട്ട് ചെയ്തു അല്ലേ? ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഡി അത് ചെയ്തു. നൗ വി ഹാവ് ടു എൻക്രിപ്റ്റ് ദി മെസ്സേജ്. The message to be encrypted was 24. To perform encryption, we have to perform P raised to E mod n. P raised to E mod n. ഇപ്പൊ P 24 ആണ്, E എന്ന് പറയുന്നത് 5 ആണ്, mod 851, which will give you the value as 668. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തു കഴിഞ്ഞല്ലോ അല്ലേ? ഈ ക്വസ്റ്റ്യനകത്ത് പിയും ക്യൂവും തന്നിട്ടുണ്ട്, ഇ തന്നിട്ടുണ്ട്, എന്നിട്ട് ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഡി, എന്നിട്ട് പെർഫോം എൻക്രിപ്ഷൻ എന്നാണ് കൊടുത്തേക്കുന്നത്. ആക്ച്വലി എൻക്രിപ്ഷൻ പെർഫോം ചെയ്യാൻ വി ഡോണ്ട് റിക്വയർ ദ വാല്യൂ ഓഫ് ഡി. സോ ഇൻ സം ക്വസ്റ്റ്യൻസ് യു വിൽ ബി ഗിവൺ ദ വാല്യൂ ഓഫ് പി, ക്യൂ
E, and you may have to perform encryption. എൻക്രിപ്ഷൻ മാത്രം ചെയ്യാനുള്ളപ്പോ എന്താണ് നമ്മൾ ഡി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ക്വസ്റ്റ്യനകത്ത് ഡി വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഡി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ശീലിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അറിയാതെ അങ്ങ് ഓട്ടോമാറ്റിക്കലി അത് ചെയ്തു പോകും, വെറുതെ എൻക്രിപ്ഷൻ പെർഫോം ചെയ്യേണ്ട ക്വസ്റ്റ്യനിലാണെങ്കിൽ. അപ്പൊ അത് വെറുതെ സമയം വേസ്റ്റ് ആവുന്നതാണ്. സോ റീഡ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി ആൻഡ് സി വെദർ ദ കാൽക്കുലേഷൻ ഓഫ് ഡി ഈസ് റിക്വയർഡ്. ചിലപ്പോ ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഡി ആൻഡ് പെർഫോം സൈഫർ ടെക്സ്റ്റ് തന്നേക്കും, ആൻഡ് യു മേ ഹാവ് ടു പെർഫോം ഡീക്രിപ്ഷൻ. സി ആയിരിക്കും തന്നേക്കുന്നത്, ഡീക്രിപ്ഷൻ ചെയ്യാൻ പറയും. അപ്പൊ ആ കേസിൽ എന്താണ്, വി ഹാവ് ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഡി ആൻഡ് ദെൻ യു ഹാവ് ടു പെർഫോം ഡീക്രിപ്ഷൻ. അപ്പൊ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പിന്നെ വേറൊരു ഡിഫറെന്റ് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, യു മേ ബി ഗിവൺ two different sets of values. You will have a p value and q value for one user, and you will have another p and q value for another user. അതുപോലെ ഈ വാല്യൂവും അതുപോലെ തന്നെ യു വിൽ ബി ഗിവൺ ഫോർ വൺ യൂസർ ആൻഡ് ഡിഫറെന്റ് യൂസർ. എന്നിട്ട് എന്താ എൻക്രിപ്റ്റ് ദ മെസ്സേജ് p is equal to 24 and the message has to be sent from a to b. a to b എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, the message should be encrypted using the public key of receiver. ഇവിടെ ഇപ്പോ ഒറ്റ യൂസറേ ഉള്ളൂ. ഹിയർ യു ഹാവ് ഓൺലി എ സിംഗിൾ യൂസർ വിച്ച് ഹാസ് എ പി വാല്യൂ, എ ക്യൂ വാല്യൂ ആൻഡ് ആൻ ഇ വാല്യൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇ വാല്യൂ വെച്ച് എൻക്രിപ്റ്റ് ചെയ്യുന്നു, അതിന്റെ കറസ്പോണ്ടിങ് ഡി വാല്യൂ വെച്ച് ഡീക്രിപ്റ്റ് ചെയ്യുന്നു. സോ ആക്ച്വലി the basis of public key system is, suppose you have two users, you have to encrypt the message using the public key of receiver. You have to encrypt the message using the public key of receiver. So if you have two different users, so see the message has to be sent to which user, ആരാണ് റിസീവർ എന്ന് നോക്കുക, എന്നിട്ട് ആ റിസീവറിന്റെ പബ്ലിക് കീ യൂസ് ചെയ്ത് വേണം എൻക്രിപ്റ്റ് ചെയ്യാൻ. ചിലപ്പോൾ കുറച്ച് വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ യു മേ ഹാവ് ദ ക്വസ്റ്റ്യൻ ലൈക്ക് ദാറ്റ്. ഇത് വേറൊരു സിമ്പിൾ, ഇതൊരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ. p is equal to 17, q is equal to 11, e is equal to 7 and encrypt p is equal to 88. ഇവിടെ കണ്ടോ, ഡി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ഹാവ് ടു ജസ്റ്റ് പെർഫോം എൻക്രിപ്ഷൻ. അത് ഒന്ന് ചെയ്ത് നോക്കിക്കോ. റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാമേ.